ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലിട്ട് പോവാം അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഇന്ന് അടുക്കള വിശേഷങ്ങളില് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ ഒരു വെറൈറ്റി രീതിയിൽ ഞാൻ ഇന്ന് വെക്കാൻ പോവാണ്. അപ്പൊ അത് ഫസ്റ്റ് ആണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാവുന്നൊന്നും അറിയില്ല. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുളകും ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ചിക്കൻ കറി ആക്കാം കേട്ടോ. ഇന്ന് അത് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ മാത്രമാണ്. ചിക്കൻ കറി ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതപ്പോ 1 കിലോ ചിക്കൻ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കണേ. അപ്പൊ അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി ചില്ലിയും പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ അരമണിക്കൂർ മുന്നേ ഇങ്ങനെ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇത് കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ഇടാണ്ട് ഞാൻ വേവിക്കില്ലേ പച്ചക്കറി, അതുപോലെ കുറച്ചു നേരം വെക്കണം കേട്ടോ. ഉടയാനും പാടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരിക്കൽ കുക്കറിൽ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ചിട്ട് എന്തായിന്നറിയോ, ആകെ വെന്ത് ഉടഞ്ഞ് ചിക്കൻ അങ്ങനെ പീസ് ആയി പോയി. അതാണ് എനിക്ക് കുക്കറിൽ ചിക്കൻ വെക്കാൻ കുറച്ചൊരു പേടിയുണ്ട്. എന്നാലും ഒന്ന് നോക്കട്ടെ. വെയിറ്റ് ഇടും. അന്ന് ഞാൻ വെയിറ്റ് ഇട്ടു കേട്ടോ. വിസില് മറ്റേ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് വെയിറ്റ് ഇടുന്നില്ല. കുറച്ചു നേരം ഇങ്ങനെ എയർ പോണ പോലെ അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ. ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉള്ളതായതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് കുക്കറിൽ അതിൽ വേവിക്കാൻ വെക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഉരുളിയിൽ സവാള എല്ലാം ഇട്ട് വഴറ്റുക. പിന്നെ ഈ വേവിച്ചതിന് അതിലിട്ട് സെറ്റ് ആക്കി എടുക്കുക. ഒരു പ്രത്യേക ഗ്രേവി പോലെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താവുന്നു നമുക്ക് നോക്കാം. അപ്പൊ അതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വിസിലൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പൊ കുറച്ചു നേരം ആവി പോയത് നമുക്ക് ഓഫ് ആക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഓഫ് ആക്കാം, അല്ലെങ്കിൽ അന്നത്തെ പോലെ പണി കിട്ടും. അപ്പൊ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള എല്ലാ സാധനങ്ങളും എടുക്കാം കേട്ടോ. അപ്പൊ ഈ ചിക്കൻ കറി വെക്കാനില്ലേ സവാള കുറച്ച് അധികം തന്നെ വേണം കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതാ ഞാനിപ്പോ ഒരു 6, 7, 8 എടുത്തിട്ടുണ്ട് കേട്ടോ. 8 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നീളത്തിൽ അരിയാൻ പാടില്ല, ചെറിയ പൊടിയായിട്ട് അരിയണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതാ ഒരു 8 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് നമുക്ക് പൊടിയായി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിന്റെ പ്രത്യേകത അങ്ങനെയാണ്. പൊടിയായി അരിഞ്ഞാൽ നമുക്ക് ഗ്രേവി നന്നായി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ അരിയണത് കേട്ടോ. ഈ കറിയുടെ ഒരു പ്രത്യേകത അതാണ്. സത്യം പറഞ്ഞാൽ അതൊരു യൂട്യൂബ് ചാനൽ നോക്കിയതാണ് കേട്ടോ. അപ്പൊ അതുപോലെ വെക്കാനാണ് പോണത്. പിന്നെ ഇന്ന് ചോറ് വെക്കണില്ല കേട്ടോ. ഇന്ന് ചോറ് വെക്കണില്ല. ചിക്കൻ കറിയും റൈസാണ് കേട്ടോ. ബിരിയാണി റൈസാണ്. ബിരിയാണി റൈസ് ഞാൻ വെക്കാന്നാ വിചാരിച്ചത്. അപ്പൊ ഇന്ന് എനിക്ക് അത്ര സുഖമില്ല. ഇന്ന് എനിക്ക് എന്തോ സുഖമില്ല കേട്ടോ. എല്ലാം അങ്ങോട്ട് ചെയ്യാനൊരു എന്താ പറയാ ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. പീരിയഡ്സിന്റെ ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറെ നേരം അടുപ്പിന്റെ അവിടെ നിൽക്കാൻ വയ്യ. അപ്പൊ ചിക്കൻ കറി എന്തായാലും എൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞു മോള്. അപ്പൊ റൈസ് മാത്രം പുറത്തുനിന്ന് മേടിക്കാന്ന് വെച്ചു കേട്ടോ. അപ്പൊ റൈസ് മാത്രം പുറത്തുനിന്ന് മേടിച്ച ചിക്കൻ കറി ഇവിടെ വെച്ചാൽ മതിയല്ലോ. അപ്പൊ പിന്നെ ഒരു പണി മാത്രമല്ലേ എനിക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ബിരിയാണി, ചിക്കൻ ബിരിയാണി തന്നെ പറയാം. റൈസ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് മാത്രം. ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കും, റൈസ് പുറത്തുനിന്ന് മേടിക്കും. അതാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കേട്ടോ. അപ്പൊ ഇതൊന്നും ഞാൻ വേഗത്തിലൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഒരുപാട് നേരം നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ വേഗം അരിഞ്ഞിട്ട് വരാം. അപ്പൊ അത് ഉള്ളിയൊക്കെ തോലൊക്കെ എടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നീളത്തിലല്ല കേട്ടോ അരിയുന്നത്, ചെറിയ പീസ് ആയിട്ടാണ്. അപ്പോഴേ നമുക്ക് ഇതിന്റെ കറിയില്ലേ കുറച്ച് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോ ഇത്തിരി പ്രയാസമാണ് അരിയാന്, കുറച്ച് സമയം എടുക്കും. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ അരിയുമ്പോഴാണ് നമുക്ക് ചിക്കൻ കറി നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, അതുപോലത്തെ ഒരു മോഡൽ ആവും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം, ഉണ്ടാക്കി നോക്കാം കേട്ടോ എങ്ങനെയാവുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സാധാ ഇടുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്.
ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊന്നും അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാ ഉള്ളിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് നിറയെ ഉള്ളിയുണ്ട്. അപ്പൊ ഇത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴറ്റിയെടുക്കാനാണ് കുറച്ച് ടൈം എടുക്കുക. അപ്പൊ നിറയെ ഉള്ളി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് സമയം എടുക്കും ഇത് നിറയെ ഉള്ളത് കൊണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ആദ്യം വഴറ്റാൻ വെക്കാം കേട്ടോ. കുക്കർ പിന്നെ അപ്പോഴേ ഓഫാക്കി വെച്ചു കേട്ടോ. കുറച്ച് എയർ പോയപ്പോ തന്നെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ഉരുളിയിൽ വെക്കണില്ല. 1 കിലോ അല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാ ചട്ടി ചൂടായപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതാ പെരിഞ്ജീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ പെരിഞ്ജീരകം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പൊടിയിപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിപ്പോ നിറയെ സവാളയുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റുമ്പോ കുറച്ച് കമ്മിയാവും കേട്ടോ. അതുപോലെ ആവണം. കുറച്ചു നേരം ഒന്ന് വഴറ്റി പോരാ, കുറച്ച് സമയം എടുക്കട്ടെ അത് വഴറ്റി വരാൻ. അപ്പൊ അത് നന്നായി വഴറ്റട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തു വെക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ അത് നമുക്ക് എടുക്കാം. അപ്പൊ സവാള അവിടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് അതിന് എടുത്തു വെക്കാം. അപ്പൊ ഞാൻ ഇതാ ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വന്നിട്ട് ഇത് മതി കേട്ടോ. ഈ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്കൊന്ന് നേരാക്കി വെക്കാം കേട്ടോ. അപ്പൊ അത് കുറച്ച് സമയം എടുക്കട്ടോ വഴറ്റാൻ. സവാള നിറയെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വഴറ്റാൻ ഇത്തിരി സമയം എടുക്കും. അപ്പൊ അതാവുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താ പറയാ ദോശയും ചട്നി ആയിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ ഞങ്ങള് ഇവിടെ പോയിട്ട് ചേച്ചിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ട് കുറെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് കട തുറക്കുന്നതിന് മുമ്പ് തന്നെ ഞാനും ഏട്ടനും മോളും കൂടി നോക്കിയിട്ട് വന്നു. പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അടുത്ത മാസം പാല് കാച്ചിലുണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കാൻ പോയി രാവിലെ. പിന്നെ വന്ന ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചത്. അപ്പൊ ഇന്ന് കുറച്ച് സമയമൊക്കെ ലേറ്റ് ആയി. രാവിലത്തെ കഴിക്കുമ്പോൾ തന്നെ 10 മണിയായി ട്ടോ. അപ്പൊ ഇത് ഞാൻ വെക്കുന്നത് തന്നെ ഇപ്പൊ സമയം 12 മണി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ ഇത് മാത്രമല്ലേ വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ചോറ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കല്ലേ, ബിരിയാണി റൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ലേറ്റ് ആയി. അപ്പൊ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സവാള എന്തായി നോക്കാം. ഇതാ സവാളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലോണം വഴറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി കുറച്ചു നേരം ഒന്ന് വഴറ്റിയ ശേഷം ഇതിന്റെ പച്ചമണൊക്കെ പോയിട്ട് നമുക്ക് മുളക് പൊടി മസാലപ്പൊടികളെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് കുറച്ചു നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും എല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ പച്ചമണൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ കുരുമുളകാണ് കേട്ടോ കൂടുതൽ ഇടുന്നത്. അപ്പൊ ഇതൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതപ്പോ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതെല്ലാം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് എന്താ പറയാ മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. കാരണം കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ടതല്ലേ, അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇട്ടു. പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഇതിന്റെ ഒക്കെ ഒന്ന് മണം പോട്ടെ കേട്ടോ. മുളക് പൊടിയുടെയും എല്ലാത്തിന്റെയും ഒന്നും മണം പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പൊ ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇതിന്റെ മണമൊക്കെ ഒന്ന് പോട്ടെ, പച്ചമണമൊക്കെ ഒന്ന് പോയ ശേഷം നമുക്ക് തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തു കേട്ടോ. വലുതാണെങ്കിൽ 1 മതി. ഇത് കുറച്ച് ചെറുതായിരുന്നു, അപ്പൊ ഞാൻ 2 ഇട്ടുണ്ട്. ഇനി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് 2 പച്ചമുളക്, 2 അല്ല ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് എരിവുണ്ട്, കുരുമുളക്, നമ്മൾ മുളക് പൊടി, ചിക്കൻ മസാല എല്ലാം ഇട്ടതുകൊണ്ട് തന്നെ എരിവുണ്ട്. എന്നാലും നമുക്കൊരു 4 മുറിച്ചിടാം കേട്ടോ. അപ്പൊ അത് ഈ സമയത്ത് നമുക്ക് പച്ചമുളക് 4 എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നല്ല കട്ടിയായിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് നല്ല ഗ്രേവി ആവുക കേട്ടോ. നമ്മൾ ഇങ്ങനെ സവാള അരിഞ്ഞാലുണ്ടല്ലോ കറി നല്ല ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഗ്രേവി ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒക്കെ ഇടാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ പകുതി കുക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച ശേഷം പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അപ്പൊ കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഈ മസാലയ്ക്കും കുറച്ച് ഉപ്പ് വേണ്ടേ, അപ്പൊ അതിന് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു തിള വന്ന ശേഷം ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇത് തിളച്ച ശേഷം നമുക്ക് ചിക്കൻ വേവിച്ചതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ കുക്കറിൽ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വിടുക. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ. അപ്പോൾ എന്തായാലും ചിക്കൻ പകുതി വെന്തതാണല്ലോ, അപ്പോൾ ഇനി ഒരുപാട് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ ഇത് ലൈറ്റ് വെളിച്ചത്തിൽ ഒരു മഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നല്ല ബ്രൗൺ കളറിൽ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതൊക്കെ എല്ലാവരും വെക്കണത് തന്നെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെയാണ് വെക്കുക, പക്ഷേ എന്താ പറയുക, കുക്കറിൽ വേവിക്കില്ല എന്ന് മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബിരിയാണി പുറത്തുനിന്ന് ആയതുകൊണ്ട് തന്നെ ഈ പണി മാത്രമേ ഇന്ന് എനിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷെ ലൈറ്റിൽ കാണുമ്പോൾ ഇത്തിരി മഞ്ഞ പോലെ ഉണ്ട്, പക്ഷെ ശരിക്കും നല്ല ബ്രൗൺ കളറിലുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണി ഇതാണ്, നമ്മളിവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണിയാണ് കേട്ടോ. ഇതാ ബിരിയാണി, ഇതാ ഏട്ടൻ കഴിക്കാനായി. പിന്നെ ഇതാ നമ്മുടെ കായ്ച്ചാറ് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ. ഇവിടെ പാലക്കാട് സൈഡൊക്കെ ബിരിയാണിക്ക് കായ്ച്ചാറ് പറഞ്ഞൊരു സാധനം കൂടി കൊടുക്കും കേട്ടോ ഹോട്ടലുകളിൽ. അപ്പം അതുകൊണ്ട് അപ്പം നമ്മുടെ ഉച്ചത്തെ വിഭവങ്ങളൊക്കെ സൺഡേ സ്പെഷ്യൽ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കറി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.